السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ദിവസം 50 ചൊല്ലി വന്നാലിന്ന് നബി അസ്തദാനം ചെയ്യുന്നവനെയുമന്ന് ഇത് ബിഗയിൽ നീ നോക്കിയാൽ കാണുന്നതാ 77-ാം പേജിൽ ഇത് പറയുന്നതാ. ഫഅലുമുമ്മത സയ്യിദുനാ മുഹമ്മദിൻ ബഹുമാനവും ആദരവും നിറഞ്ഞ ഖതീബ് ഉസ്താദ് സയ്യിദ് അവറുകൾ, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു അൻസാറുൽ മുസ്ലിമീൻ ഭാരവാഹികൾ, നാട്ടുകാർ, ഉമ്മപ്പെങ്ങന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഉപകാരമാകുന്നൊരു ഒരുമിച്ച് കൂടലാക്കി മാറ്റിത്തരുമാറാവട്ടെ. സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു ഇത് കാരണമാക്കി തരുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. പതിവ് പോലെ നടന്ന പരിപാടിയല്ല ഇന്നത്തെ പരിപാടി. എല്ലാ വർഷവും റബീഉൽ അവ്വൽ 12-ന് നടത്തേണ്ട പരിപാടിയാണ് ഈ വർഷം. മുമ്പേ ഞങ്ങൾ തീരുമാനിച്ച്, കാരണം വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 12 വരുന്നത് കൊണ്ട്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടി ആരംഭിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി ഉദ്ഘാടന പരിപാടി സംഘടിപ്പിക്കുകയും അതിൻ്റെ ചടങ്ങിലാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പെൺകുട്ടികളുടെ മത്സര പരിപാടികൾ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ മുമ്പിൽ 3 ഗ്രൂപ്പുകളായി ആൺകുട്ടികളുടെ മത്സര പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഞങ്ങൾക്കെല്ലാം അറിയാം, എല്ലാ വർഷത്തിനെ പോലെ അല്ല ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് 1500 വർഷങ്ങൾ പിന്നിടുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഞങ്ങളൊക്കെയും ഇങ്ങനെയുള്ളൊരു പരിപാടിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പലർക്കും ഒരു സംശയമുണ്ട്. പലരും നമ്മളോട് ചോദിച്ചു, ഇസ്ലാമിക് കാലണ്ടർ എടുത്തു നോക്കുമ്പോൾ 1447 അല്ലേ കാണുന്നത്, ഇതെങ്ങനെയാണ് മുത്തുനബിയുടെ ജന്മത്തിലേക്ക് യോജിപ്പിക്കുന്നത് എന്ന് പലർക്കും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ്. 1447 ഹിജ്റ വർഷം വരുന്നത് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഈ ഹിജ്റ വർഷം കാണാനില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും ഇല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സ്വഹാബത്ത് തീരുമാനിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കൊരു ഹിജ്റ വർഷം വേണം. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നത് ക്രിസ്തു വർഷമാണ്. സ്വാഭാവികമായി ക്രിസ്തു വർഷം എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിന്റെ ആചാരമായി പറയപ്പെടുന്നത് യേശു ക്രിസ്തു ജനിച്ചത് മുതലുള്ള ക്രിസ്തു വർഷം 2025. ഇസ്ലാമിക് വർഷത്തിനെ കുറിച്ചും ഞങ്ങൾക്ക് പഠനം വേണം. മുഹറം തുടങ്ങുമ്പോൾ 1446 ഉള്ളത് 47ലേക്ക് കടക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് മുസ്ലിമീങ്ങൾക്കൊരു ഹിജ്റ വർഷം വേണമെന്ന് തീരുമാനിക്കുകയും പല അഭിപ്രായം വരികയും ചെയ്തപ്പോൾ അവസാനമായി അഭിപ്രായപ്പെട്ടു അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ വർഷം, അത് 1ാമത്തെ വർഷമായി ഞങ്ങൾക്ക് കണക്ക് കൂട്ടാം. ആ കണക്ക് കൂട്ടിയതിന്റെ കണക്കിലാണ് 1447 വർഷങ്ങൾ പിന്നിടുകയാണ്. അതേ സമയത്ത് മുത്തു ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹിജ്റ പോകുമ്പോൾ 53ാമത്തെ വയസ്സാണ്. 1447ലേക്ക് 53 പ്ലസ് ചെയ്യുമ്പോൾ 1500 പൂർത്തിയാവുകയാണ്. ആ 1500ാമത്തെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുമ്പോൾ നമ്മുടെ നാട്ടിലെന്നല്ല, നമ്മുടെ സുള്യ പ്രദേശത്തെന്നല്ല, ദക്ഷിണ കന്നഡത്തിലെന്നല്ല, കർണാടകത്തിലെന്നല്ല,
പല സ്റ്റേറ്റുകളിൽ നിന്നല്ല, എല്ലാ രാഷ്ട്രങ്ങളിലും ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുകയാണ്. പണ്ടുകാലം പോലെയല്ല, നമ്മുടെ കയ്യിലെല്ലാം മൊബൈലുകളുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന പരിപാടികൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ഭാഗത്തിലുള്ള ഇന്നത്തെ ഈ പരിപാടിയും പല രാഷ്ട്രങ്ങളിൽ നിന്ന് ഇരുന്ന് നോക്കുകയാണ് ലൈവിൽ കൂടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ടുകാലം പോലെയല്ല, ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വിഭാഗം ആക്ഷേപിച്ചുകൊണ്ട് മാറ്റി നിർത്തിയാലും ലോകമിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, വർഷങ്ങളിങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ, മുത്തു ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പുലർത്തുന്നത്, തങ്ങളെ മദ്ഹ് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ മഹത്വം. അവിടുത്തെ എത്ര ആളുകൾ ചീത്ത പറഞ്ഞാലും, എത്ര ആളുകൾ അവിടുന്നതാ കുറവാക്കിയാലും കൊണ്ടിരിക്കുകയാണ്. വറഫഅനാ ലക ദിക്റക, നബിയെ തങ്ങളെ സ്ഥാനം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്നവർ ഒരു ഭാഗത്ത് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈമാനുള്ള മുത്തുനബിയോടുള്ള മുഹബ്ബത്തുള്ള ഒരൊറ്റ വിശ്വാസിക്കും അത് ഉൾക്കൊള്ളാനോ അതിൽ നിന്ന് മാറി നിൽക്കാനോ ഒരിക്കലും സാധ്യമല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പല ആളുകളും പറയാറുണ്ട് ഖുർആൻ മതി, അല്ലാഹു മതി. സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു ആയത്ത് കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബിയോട് പറയാണ്, ഖുൽ നബിയെ തങ്ങൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹനെ മുഹബ്ബത്ത് വെക്കുന്നു, അല്ലാഹനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരോട് നബിയെ തങ്ങൾ പറയുക, അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണേ. ഖുർആൻ ആയത്താണ്. മുത്തുനബിയെ പിൻപറ്റാതെ, മുത്തുനബിയെ സ്നേഹം വെക്കാതെ, മുത്തുനബിയുടെ ആ സുന്നത്ത് മുറുകെ പിടിക്കാതെ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ബാപ്പു ഉസ്താദിനൊരു മഹാപണ്ഡിതൻ മുൻകാലത്ത് കഴിഞ്ഞുപോയി. ആ മഹാന്റെ വീട്ടിൽ കയറുന്ന വാതിലിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിൽ കയറി നോക്കി, രണ്ടാമത്തെ റൂമിലേക്ക് എത്തുമ്പോൾ അല്ലാഹു എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ആരോ ഒരാൾ ബാപ്പു ഉസ്താദിനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് അല്ലാഹുവിനെ മുന്തിച്ചൂടായിരുന്നോ? അള്ളാന്റെ പേര് ആദ്യ റൂമിലും രണ്ടാമത്തെ റൂമിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും എഴുതിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ബാപ്പു ഉസ്താദ് പറഞ്ഞ മറുപടി, എൻ്റെ മറുപടി, ബാപ്പു ഉസ്താദ് അങ്ങനെ ഞാൻ പറയാം, എൻ്റെ മറുപടി, എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിപ്പിച്ചു തന്നത്, അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എനിക്ക് നേരിട്ട് അള്ളാഹു ജിബ്രീലിനെ ഇറക്കിക്കൊണ്ട് എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നില്ല, ഖുർആനെ കുറിച്ച് പഠിപ്പിച്ചു തന്നില്ല. എനിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മുഴുവൻ വിവരം കിട്ടിയത് അത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ അങ്ങനെ ചെയ്തതാ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറിയ പിഞ്ചു മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അത് മഹാൻ പണ്ഡിതന്മാരൊക്കെയും ഫിഖ്ഹുകളിൽ എഴുതി വെക്കുന്നു, അല്ലാഹുവിനെ കുറിച്ചെല്ലാം മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്, ആദ്യം പഠിപ്പിക്കേണ്ടത് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളെ കുറിച്ച് പറയാൻ പോയാൽ ഈ വേദിയോ ഈ സമയമോ ഈ ദിവസങ്ങളോ ഒന്നും മതിയാവില്ല. അത്രയും മഹത്വമുള്ള, അത്രയും ഏറ്റവും ശ്രേഷ്ഠമുള്ള, സുബ്ഹാനല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമുള്ള ഇബാദത്തായ നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തിൽ പോലും ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കാതെ, തങ്ങളെ പേര് പറയാതെ നിന്റെ നിസ്കാരം ശരിയാകുന്നില്ല. മരിച്ചു കിടന്ന മയ്യത്തിനെ കൊണ്ടുവന്ന്, മയ്യത്തിനെ കിടത്തിയിട്ടതാ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യമായി സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ രണ്ടാമതായി ചെല്ലുന്ന ആ ദിക്ർ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പേരിലുള്ള സ്വലാത്താണ്.
മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മൂന്നാമതാണ്. അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും മുത്ത് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളില്ലാത്ത ഒരു കാര്യവും ഇല്ല കേട്ടോ. അതുകൊണ്ട് നല്ലോണം മുത്തുനബിയെ സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഈ പരിപാടികളൊക്കെയും, സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ നടത്തുന്ന ജാഥകളൊക്കെയും, സ്നേഹത്തിൻ്റെ ഭാഗമാണ് പള്ളിയിൽ നടക്കുന്ന മൗലിദുകളൊക്കെയും, സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഹബീബായ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കലൊക്കെയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തിനേറെ പറയണം, നമ്മുടെ പള്ളിയിൽ 5 വക്ത് ബാങ്ക് വിളിക്കുന്നില്ലേ? ആ ബാങ്കിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മുത്തുനബിയുടെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലാക്കാം. 5 വക്ത് നമ്മുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ തൊട്ടടുത്ത മഹല്ലിൽ ഒരു 1-2 മിനിറ്റ് നമ്മുടെ ഈ ദക്ഷിണ കന്നഡത്തിലെല്ലാം ഒരു നേരം വിളിക്കുമ്പോൾ എൻ്റെ ചിക്കമംഗളൂരോ അല്ലെങ്കിൽ ചുറ്റുഭാഗത്തിലുള്ള മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോൾ ബാങ്കിൻ്റെ സമയം വേറെയാണ്. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ചില രാഷ്ട്രങ്ങൾ ഇവിടെ രാവിലെയാകുമ്പോൾ അവിടെ വൈകുന്നേരമാണ്, ഇവിടെ മണിക്കൂറുകൾ മാറ്റം വരുമ്പോൾ അവിടെയും മണിക്കൂറുകൾ മാറ്റമാണ്. അങ്ങനെയുള്ള രാഷ്ട്രങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുത്തുനബിയുടെ പേര് വിളിക്കാത്ത സമയം ഈ ഭൂമി ലോകത്തിൽ ഒരു സമയവും ഒരു സെക്കൻഡുമില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടത്തെ വിളി കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്ത്, അവിടത്തെ വിളി കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്ത്, അങ്ങനെ പിന്നെ കഴിയുമ്പോൾ നിസ്കാരത്തിൽ സുബ്ഹാനല്ലാഹ് തുടർച്ചയായി മുത്തുനബിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നേതാവ് ഇന്നേ വരെ ലോകത്തിൽ ഒരാളെയും കാണാൻ പറ്റില്ല. ഇതുവരെ ലോകത്തിൽ മറ്റൊരാൾ വന്നിട്ടില്ല. ആ നേതാവിൻ്റെ സ്വഭാവം ചെറുതെങ്കിലും ഞങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണം. കൂടുതലായൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കൃത്യം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മുടെ പരിപാടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദുആ കഴിഞ്ഞ്, സ്വാഗതം കഴിഞ്ഞ്, ഉദ്ഘാടനം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് 2-3 ആളുകളുടെ ആശംസയും മുഖ്യപ്രഭാഷണവും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പരിപാടി ആരംഭിക്കും. അൽഹംദുലില്ലാ, എല്ലാ വർഷവും നമ്മുടെ കുട്ടികളെ പരിപാടി നല്ല വിജയത്തോടുകൂടി നടക്കുകയാണ്. ആ കഴിഞ്ഞ വർഷത്തിൽ മുകൾ സ്റ്റേജിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ താഴെ സ്റ്റേജ് നടത്താനും അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യാൻ വളരെ വളരെ ഒരുങ്ങിയിട്ട് നല്ല അൽഹംദുലില്ലാ നമുക്ക് ഭംഗിയോട് ഇത് നടത്താൻ കഴിഞ്ഞു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള പരിപാടി വൻ വിജയത്തിലാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ലോണം ദുആ ചെയ്യണം. ഞാൻ എഴുന്നേറ്റ് നിന്നത് 1-2 വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താനാണ്. മറ്റു നാടുകളിൽ കാണാത്ത വ്യത്യസ്തമായ പല വിഷയങ്ങളും നിങ്ങളുടെ ഗാന്ധിനഗരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. മദ്രസയുടെ വിദ്യാർത്ഥികളിൽ നിന്ന് നല്ലൊരു സംഖ്യ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഈ പരിപാടിക്ക് മദ്രസയുടെ വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു സംഖ്യം, അതിൻ്റെ പുറമെ ധനികളായ പലരും ഞങ്ങളോട് കൈജോടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെയും വിജയമാണ് ഈ പരിപാടിയിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും പരിപാടി കഴിയുന്നതിൻ്റെ 10 മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സദസ്സൊരുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഭക്ഷണം തന്നവരുണ്ട്. പണങ്ങളിൽ 500, 1000, 2000, 5000, 8000 തന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. നമ്മുടെ ഉസ്താദന്മാരുടെ അധ്വാനം നല്ലോണമുണ്ട്. കുട്ടികളെ കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കറിയാം, ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ പരീക്ഷയും അതുപോലെ നമ്മുടെ എല്ലാ ഈ മീലാദിൻ്റെ പരിപാടികളെയും ഒന്നായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്കതിൻ്റെ സെറ്റിങ്ങുകൾ വളരെ കഷ്ടത്തിൽ ചെയ്യേണ്ടി വന്നു. ഇതൊക്കെയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ പ്രവർത്തനം ഉസ്താദന്മാരുടെ ഇതുണ്ട്. നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ, അവരെ ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി എല്ലാ സമയവും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഇനി കിട്ടുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമെന്ന് മാത്രം പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ വേദിയെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടിയിലേക്ക്